ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം. എദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവ് ഹിത്യനായ ഏലോമിന്റെ മകൾ ആദാ, ഹിവ്യനായ സിബയോന്റെ മകളായ അനായുടെ മകൾ ഒഹലീബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇശ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ആദാ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് യെരൂവേലിനെ പ്രസവിച്ചു. ഒഹലീബാമ യെയൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻ ദേശത്തു വച്ച് ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു. അങ്ങനെ എദോം എന്നും പേരുള്ള ഏശാവ് സേയീർ പർവ്വതത്തിൽ കുടിയിരുന്നു. സേയീർ പർവ്വതത്തിലുള്ള എദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപാരമ്പര്യമാവിത്. ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഏശാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രെയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗദ്ദാം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. രെയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഇവർ ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബയോന്റെ മകളായ അനായുടെ മകൾ ഒഹലീബാമ എന്ന ഏശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ, അവൾ ഏശാവിന് യെയൂഷ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ, ഏശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമാലേക്ക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിന്റെ മകനായ രെയൂവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ, നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രെയൂവേലിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. ഏശാവിന്റെ ഭാര്യയായ ഒഹലീബാമയുടെ പുത്രന്മാർ ആരെന്നാൽ, യെയൂഷ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹലീബാമയിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ എദോം എന്നും പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോര്യനായ സേയീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവ്വനിവാസികളായവർ ആരെന്നാൽ, ലോതാൻ, ശോബാൽ, സിബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീരിന്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ, അൽവാൻ, മാനഹത്ത്, ഏബാൽ, ഷെഹോ, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവുമായിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹലീബാമയുമായിരുന്നു. ദീശോന്റെ പുത്രന്മാർ ആരെന്നാൽ, ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെരാൻ. ഏസരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും അരാനുമായിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ, ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബയോൻ പ്രഭു, അന പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. ഇവർ സേയീർ ദേശത്ത് വാണ ഹോര്യ പ്രഭുക്കന്മാർ ആകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജാവ് ഉണ്ടാകും മുമ്പേ ഏദോം ദേശത്ത് വാണ രാജാക്കന്മാർ ആരെന്നാൽ, ബെയോരിന്റെ പുത്രനായ ബേല എദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേർ. ബേല മരിച്ച ശേഷം ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി.
യോബാബ് മരിച്ച ശേഷം തേമാന്യ ദേശക്കാരനായ ഹൂശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വച്ച് മിദ്യാനെ തോൽപ്പിച്ച ബദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് അവീത്ത് എന്നു പേർ. ഹദദ് മരിച്ച ശേഷം മസ്രേക്കക്കാരൻ സംല അവന് പകരം രാജാവായി. സംല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോത്ത് പട്ടണക്കാരനായ ശൗൽ അവന് പകരം രാജാവായി. ശൗൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോരിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹേതബേൽ എന്നു പേർ. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകൾ ആയിരുന്നു. വംശം വംശമായും ദേശം ദേശമായും പേരായും ഏശാവിൽ നിന്ന് ഉദ്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാണിത്. തിമ്ന പ്രഭു, അൽവ പ്രഭു, യദേത് പ്രഭു, ഒഹലീബാമ പ്രഭു, ഏലാ പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലുമാണ് എദോമ്യ പ്രഭുക്കന്മാരാകുന്നു. എദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ആമേൻ.